അപ്പൊ ഞങ്ങള് ചണ്ഡീഗഡിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. മണാലിയാണ് പോകുന്നത്. സോ നല്ല തണുപ്പാട്ടോ ഇവിടെ. അത്ര തണുപ്പ് തന്നെ സഹിക്കാൻ വയ്യ. അവിടെ ആകുമ്പോ പിന്നെയും കുറച്ചുകൂടി ഓക്കെ ആയിരിക്കും എന്നാ പറയുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ നോക്കിക്കണ്ടോ വേണമെങ്കിൽ ഇതായിക്കോ. അപ്പം ഞങ്ങളൊരു മനോഹരമായിട്ടുള്ള കടുക് തോട്ടം കണ്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി കടുക് തോട്ടം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു ഫൺ വെക്കേഷൻ ട്രിപ്പാണ്. ആദർശിൻ്റെ അമ്മയും അച്ഛനുമാണ് ഉള്ളത്. പിന്നെ ഇഷാമുണ്ട്, ഞാനും ജോയിൻ ചെയ്തതാണ് ഇവരുടെ കൂടെ. അപ്പം നമ്മളുടെ ഈ ഒരു ഫൺ ട്രിപ്പ് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിൽ ചില വളരെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ആൻഡ് ആഫ്റ്റർ ഓൾ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കാണാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത്. ഫീലിംഗ് സോ ഹാപ്പി. നമ്മളിവിടെ ഒരു ധാബയിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും അച്ഛനും ബാക്കിലുണ്ട്. ആദർശ് എൻ്റെ ഷാളും എൻ്റെ ക്യാപ്പൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറേ കടുക് പാടത്തിൽ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോവാണ്. കൈയൊന്നും കഴുകാൻ പറ്റില്ല ഇവിടെ, അത്ര തണുപ്പം ഇവിടെ. എന്നിട്ട് എങ്ങനെയൊക്കെയോ കൈ കഴുകി. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ചൂടൊക്കെ പൊട്ടി. അപ്പം ഇവിടുന്ന് നമ്മളിപ്പോൾ മാഗി ഓർഡർ ചെയ്തു. നമ്മൾ കോഴിയും കോഴിമുട്ട ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ വെജിറ്റബിൾ അത് ഞാനിപ്പോ ആംഗുലേയത്തിൽ സംസാരിച്ചപ്പോ തന്നെ അവര് നെയ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സോറി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ മുട്ടയും കോഴിയും ഇല്ലാത്ത സങ്കടത്തിൽ എത്ര രൂപയാവും? 70 രൂപ. 10 രൂപന്റെ മാഗി, കുറച്ച് വെള്ളം, ഒരു 2 ക്യാരറ്റ് അരിഞ്ഞിട്ടായി. ഉള്ളിയും തക്കാളിയും വേണമെങ്കിൽ ഒരു ക്യാരറ്റും. അതിന് 70 രൂപ മേടിക്കുന്നുണ്ട് ഗായ്സ്. അവസ്ഥ. സോ ഗായ്സ് ഞങ്ങൾ മണാലി എത്തി. ഇപ്പോൾ റൂമിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൂം ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു വലിയ കയറ്റം കണ്ടപ്പോൾ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി. കാര്യം ആ കയറ്റം കാറിലിരുന്നിട്ട് പോകാനുള്ള ക്ഷമയും നമുക്കുണ്ടായി. പിറ്റേന്ന് രാവിലെ നമ്മൾ എണീറ്റപ്പോൾ കണ്ട വ്യൂ, ഓ മൈ ഗോഡ്, എൻ്റെ ലൈഫിൽ തന്നെ ബെസ്റ്റ് സൺറൈസ് എന്ന് പറയാം. അപ്പോൾ എണീറ്റപാട് തണുത്ത് വിറച്ച് ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഗോൾഡൻ കളറാണ് സ്കൈ. അമ്മ അപ്പം ഇങ്ങനെ രാവിലെ എണീറ്റിരുന്ന് സൺറൈസ് ആസ്വദിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നോക്കുമ്പം ഫ്രീസായിട്ടുണ്ട് നമ്മളുടെ വെള്ളം. പൈപ്പിലൊന്നും വെള്ളം വരുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ അത്രയും ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞങ്ങൾക്ക് ആ സൺറൈസ് നൽകിയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഞങ്ങളുടെ മനസ്സിന് ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഒന്നപാട് കയറി കിടന്ന് ഉറങ്ങി. അതുണ്ടായത്. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ എത്തുമ്പോൾ ഞാൻ പറയാം. ഇപ്പം നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്നോ കാണാനല്ല ചപ്പോന്ന്? അതെ. ആ അച്ഛനമ്മ സ്നോ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഇപ്പോൾ പോയിട്ട് ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ നമ്മൾ പോയി സ്നോ കാണുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം. നല്ല തണുപ്പാണ്, കൈയൊക്കെ മുറിയുന്ന വേദനയായിരുന്നു. കുളിച്ചിട്ടില്ല. അതെ, ആദർശ് കാലങ്ങളായിട്ട് കുളിച്ചില്ല. ചണ്ഡീഗഡ് കാല് കുത്തിയ മുതൽ കുളിച്ചിട്ടില്ല. ഞാൻ പിന്നെ അതിലിടക്കൊന്ന് കുളിച്ചു. കാര്യം
എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും കുളിക്കണ്ട. അപ്പം അങ്ങനെ കുളിച്ചിരുന്നു. അപ്പൊ ഇപ്പം ഇന്ന് ഫേസ് വാഷ് ചെയ്തു, അങ്ങനൊക്കെ ചെയ്തപ്പോ തന്നെ കൈ മുറിഞ്ഞു, കൈ വെള്ളം തട്ടാനാവുന്നില്ല. അങ്ങനെ അപ്പൊ തണുത്ത സ്ഥലത്തിലെത്തുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്, അതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വെറും നല്ലത് മാത്രമല്ല ഈ വീഡിയോസിലൊക്കെ കാണുന്ന പോലെ വെറും കുറേ നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഇതേപോലെ നമ്മളെ ഹെൽത്തിനൊക്കെ ബാധിക്കും. കാര്യം നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണ്, അത്രയും ചൂടുന്ന് വരികയാണ്. അപ്പൊ നമ്മളെ ഹെൽത്തിനെ ബാധിക്കും ചെറുതായിട്ടെങ്കിലും. നമ്മളതൊക്കെ പ്രിപ്പയർ ആയിട്ട് വേണം വരാൻ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങള് ബ്രെഡ് ഓംലെറ്റ് വെക്കണം. നല്ല ചൂടുള്ള ഞാൻ ബ്രെഡ് ഓംലെറ്റ് അച്ഛനും അമ്മയും വെച്ചോണ്ടിരിക്കുകയാണ്. കാണാലോ, ബ്രെഡ് ഓംലെറ്റ് ഒന്നും കൂടി എത്തിയിട്ടുണ്ട്. സോ ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ന്യൂഡിൽസ് ആയിരുന്നു. ന്യൂഡിൽസ് എത്തിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് എത്ര ഉണ്ടാക്കി കഴിച്ചാലും മണാലി വന്നിട്ട് അല്ലെങ്കിൽ മൗണ്ടെയിൻസിൽ വന്നിട്ട് ന്യൂഡിൽസ് കഴിക്കുമ്പോൾ ആ ഫീല് കിട്ടില്ല. ഞാൻ കഴിക്കട്ടെ. ഞാനൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. ഞാനും ആദർശ് ഇത് സെലക്ട് ചെയ്തു. ഞാനൊരു റെഡൊക്കെ അവർ തന്നു. അവരതിനെ കൊണ്ട് ഇടിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ സങ്കടം നിൽക്കിയത്. അപ്പൊ ആദർശിനോട് ചോദിച്ചാൽ ആദർശം ഒന്ന് പറ സെലക്ട് ചെയ്തതാന്ന് പറഞ്ഞപ്പോ ആദർശ് എനിക്ക് സെലക്ട് ചെയ്തതെന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇവിടുന്ന് ഷൂ ഒക്കെ മേടിച്ചു. ഇനി പോട്ടെ. ഗൈസ്, ഞാൻ ഫസ്റ്റ് ടൈം മണാലി വന്നപ്പോഴും ഇതേപോലെ ഇട്ടിരുന്നു. അതിനൊരു ഫോട്ടോ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അന്നത്തെ ഉണ്ട്. ഇപ്പോ കുറച്ചും കൂടെ എന്തോ ഒരു ഫീൽ. കാര്യം ഇപ്പൊ അച്ഛനും അമ്മയും ഒരുങ്ങിയിട്ടുണ്ട്. ഞാനും അച്ഛനും ഏകദേശം ഒരേ കളറുണ്ട് കേട്ടോ. എവിടേക്കാ അപ്പൊ ഞങ്ങളിനി സ്നോയിൽ അടിച്ച് പൊളിച്ചിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണ്. പക്ഷെ സൂര്യനുണ്ടോ എന്ന് വെച്ചാൽ സൂര്യനുണ്ട്. പക്ഷെ നല്ല തണുപ്പുണ്ട്. സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോയിങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം. ഓയിലി സ്കിന്നുള്ളവർ ആകെ അടിപൊളിയാവുന്നത് തണുത്ത സ്ഥലത്ത് വരുമ്പോഴാണ്. ഹായ് പറ. നല്ല വേദനിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ സാധനം ഊരുമ്പോൾ ഇത്രയും ബ്രൈറ്റ്നെസ്. ഓക്കെ, അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളൊരു പാർലേജി ബിസ്ക്കറ്റും ചായയും കുടിക്കാണ്. ടോയ്ലറ്റ് അന്വേഷിച്ച് വന്നു. ടോയ്ലറ്റൊന്നും വർക്കിംഗ് അല്ല. ഫുൾ വെള്ളം കട്ട പിടിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഞങ്ങളിപ്പോൾ പാർലേജി ബിസ്ക്കറ്റും ചായയും കുടിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ചെറുപ്പത്തിൽ കുറേ കഴിച്ചിട്ടുണ്ട്. ഇത് ബിസ്ക്കറ്റിൽ മുക്കി വെച്ചിട്ട് വെള്ളമിട്ട് ഇങ്ങനെ ഇളക്കി ഇട്ട് അത് വരുത്തുന്നതാണ്. Wow, feeling so good. Oh my God. അങ്ങനെ ഒരുപാട് നേരം
എന്താ പറയുക കുറച്ച് സെൽഫ് ടൈം എടുത്തതിന് ശേഷം ഇങ്ങനെ എല്ലാം വീക്ഷിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ സ്നോയിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയി. അമ്മയ്ക്കും അച്ഛനും ഒരുപാട് സ്നോ ആക്ടിവിറ്റീസിന് നമ്മൾ നെയിം കൊടുത്തിരുന്നു. അങ്ങനെ മഞ്ഞ് നന്നായിട്ട് തന്നെ ആസ്വദിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സ്നോഫാൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സ്നോഫാൾ കിട്ടിയ അച്ഛനും അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടായല്ലോ എന്ന് കരുതി ഞങ്ങൾ വേഗം ഇറങ്ങി, കൂടുതൽ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ മഞ്ഞിലൊക്കെ കളിച്ച് നല്ല സൂപ്പറായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളുള്ളത് ലഡാക്കിലാണ്. ഇരിക്കട്ടെ, ഓക്സിജൻ കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ എത്ര 15-16 ആയില്ല? ഓ മൈ ഗാഡ്. വെൽക്കം ടു മൈ സെക്കൻഡ് ഡേ. കാര്യം ഇന്നലെ ഞങ്ങൾ സ്നോയിൽ പോയപ്പം ചാർജ് വേഗം തീർന്നു. അപ്പോൾ പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ദാറ്റ്സ് ഓക്കെ. ഞങ്ങൾ സ്നോയിൽ കുറേ കളിച്ചു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ആഡ് ചെയ്യാം. കുറേ വീഡിയോസ് നമ്മൾ ബാക്കിയുള്ളവരുടെ ഫോണിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ആൻഡ് അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്നു. അപ്പോഴത്തേനും ഞങ്ങൾ ലേറ്റ് മീൻസ് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നു. റൂമിൽ നിന്ന് ക്ഷീണം ഉണ്ടായിരുന്നു, കിടന്നുറങ്ങി, അങ്ങനെയൊക്കെ. ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഹഡിംബ ടെമ്പിളിൽ പോയിക്കൊണ്ടിരിക്കുക. തലയൊന്നും മുട്ടി തലയൊന്നും മുട്ടി ആവേശത്തിൽ ചാടി കയറിയതാ. ദെൻ ഞങ്ങൾ ഹഡിംബ ടെമ്പിളിൻ്റെ അടുത്തോട്ട് പോയി. ഞാൻ 2020 ഇവിടെ വരുമ്പോൾ എൻ്റെ കൂടെ പർവി ഉണ്ടായിരുന്നു. അന്ന് ഒരു മഴയുള്ള ദിവസമായിരുന്നു. പക്ഷെ ഇന്ന് മഴയൊന്നുമില്ല. ഹഡിംബ ടെമ്പിൾ കുറച്ചും കൂടി ആളുകൾ കുറവായിരുന്നു. ആൻഡ് ഹഡിംബ ദേവീനെ കാണാൻ അമ്മയും അച്ഛനും കയറി. ഞാൻ കയറിയില്ല, ഷൂ അഴിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ മടിയായിട്ട് കയറിയില്ല. പുറത്ത് നിന്ന് ഭയങ്കര രസമാട്ടോ പുറത്തെ വ്യൂ കാണാൻ തന്നെ. അങ്ങനെ ഹഡിംബ ടെമ്പിളിനോടും ഹഡിംബ ദേവിയോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഇത് ഞങ്ങളുടെ മണാലിയിലെ അവസാനത്തെ ദിവസമായിരുന്നു. ആൻഡ് തിരിച്ചു പോകുമ്പോഴും വളരെ അടിപൊളിയായിട്ടുള്ള കുറേ വ്യൂസ് കണ്ടു. അവിടെയൊക്കെ വണ്ടി നിർത്തി നമ്മൾ ഫുഡ് കഴിച്ചു. ആൻഡ് ഓൾസോ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ കുറേ കംഫർട്ട് സോണിൽ നമ്മൾ യാത്ര ചെയ്യില്ലേ, അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയാണെങ്കിലും ആദർശാണെങ്കിലും ആൻഡ് ഇഷാം എല്ലാവരും ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. 2024 തുടക്കത്തിൽ തന്നെ ഇങ്ങനൊരു യാത്ര പോകാൻ പറ്റിയതിൽ ഐ എം സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ആൻഡ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് മണാലി പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇതാർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ ഈ സപ്പോർട്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. തുടർന്ന് ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക.